ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ പഠിച്ച സ്കൂൾ ഇതാണ്, കോൺവെൻറ്റ് സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ ചേലക്കര. അപ്പം ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ട് പ്രവീണയുടെ മോനാണിത് കേട്ടോ. പ്രവീണയുടെ മോനാണ് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് വള്ളത്തോൾ നഗറിൽ നമ്മുടെ കലാമണ്ഡലത്തിക്കാൻ പോയത് കേട്ടോ. കലാമണ്ഡലത്തിൻ്റെ അവിടെയാണ് നമ്മുടെ ഷിനുവിൻ്റെ വീട്. അപ്പോൾ ഷിനുക്ക് എപ്പോഴും പോണ സ്ഥലമാണ്, എന്നാലും നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ രസമല്ലേ. ഞങ്ങൾ അധികം ദൂരമൊന്നും പോവില്ല. ഇതാണ് ഷിനു കേട്ടോ നടുവിൽ നിൽക്കുന്നത്. അപ്പോൾ അധികം ദൂരമൊന്നും പോകണ്ട, നമ്മൾ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം ഒന്ന് അടിച്ച് പൊളിക്കുക പറഞ്ഞിട്ട് ഇറങ്ങി. ഇത് പ്രവീണയാണ് കേട്ടോ. പ്രവീണ സ്കൂൾ ടീച്ചറാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇറങ്ങി ആദ്യം തന്നെ കലാമണ്ഡലത്തേക്ക് വന്നിട്ട് അതിൻ്റെ മുന്നിൽ കൂടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2ലോ 3ലോ പഠിക്കുമ്പോൾ എങ്ങാനും ഒരു ടൂർ കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു ഇങ്ങോട്ട്. അത്രയും നമുക്ക് കലാമണ്ഡലമായിട്ടുള്ള ഒരു പരിചയമുള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണാമെന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവധിയായിരുന്നു അവർക്ക്. പഠിപ്പിക്കാനുള്ള പിള്ളേരും ടീച്ചർമാരൊക്കെ ഇന്ന് അവധിയായിരുന്നു. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ ആകെ ബഹളാത്ര ഉണ്ടാവുക, കളരിയും അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കും. ഇത്ര ലൈവായിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. കുഴപ്പമില്ല, എന്നാലും മൊത്തം ഒന്ന് നടന്നു കണ്ടു ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്ന് അടിച്ച് പൊളിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ മൊത്തത്തിൽ. വൈകുന്നേരം വരെ പോകൂടെ? ഞങ്ങൾ പേടൊരു സിനിമ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല. കൂത്തമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുറേ ഫോട്ടോ. ഇതാണ് കൂത്തമ്പലം കേട്ടോ. ഇത് കുറേ സിനിമയിലുണ്ട്. നമുക്ക് ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ. നല്ല പാട്ടല്ലേ ഇത്. അത് എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഓർമ്മ വന്നത് കേട്ടോ. മോനിഷി മോഹൻലാലും കൂടിയിട്ടുള്ള ആ സീനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു. നമുക്ക് നല്ലൊരു ഫീലല്ലേ എല്ലാം നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് കറങ്ങുക എന്നുള്ളത്. അത് കുറേ ഞങ്ങൾ ഇപ്പം ചെറുതായിട്ടൊന്ന് ഞങ്ങൾ മാത്രമായിട്ടൊന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെയും കൂട്ടിയിട്ട് ഇനി ഒരു ദിവസം എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ പിന്നെ ഈ വണ്ടിയിൽ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് വിചാരിച്ചോളൂ. പിന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്താണ്. മദ്രാസിൽ നമ്മുടെ മംഗളം, അവൾ ഈ പറഞ്ഞ പോലെ അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു. വേറെ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒഴിവുള്ളൊരു ദിവസം ഇതാ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അകലെന്ന് വരാനുള്ളവരൊന്നും കാത്തു നിന്നില്ല. ഇപ്പം ജസ്റ്റ് ഞങ്ങൾ മാത്രമായിട്ടൊന്ന് കറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ കലാമണ്ഡലയ്ക്ക് മൊത്തം കറങ്ങി നടന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9:30 ഇറങ്ങിയത് കേട്ടോ. 9:30 ഇറങ്ങി പിന്നെ ഇവിടേക്കും കണ്ട് 11 മണിക്കാണ് നമ്മുടെ ലാലേട്ടൻ ആശീർവാദ് സിനിമാസിൻ്റെ അതിന് സിനിമ ഉള്ളത് കേട്ടോ. ഞങ്ങളൊരു 11 മണിയായപ്പോൾ പിന്നെ 11 മണിയല്ല, ഒരു 10:30-10:45 ആവാറാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. 11 മണിക്ക് നമുക്ക് സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സിനിമയിൽ ഏതാ നല്ലത് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ ഇറങ്ങിയത് ഈഡിയാണ്. അപ്പം ഈഡി സാധാരണ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സിനിമ ആയതുകൊണ്ട് നമ്മൾ കുറേ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. ഞങ്ങൾ എന്തായാലും തിയേറ്ററിലേക്ക് ശരിക്കും എല്ലാവരും പോപ്കോണും അതേപോലെ ഇങ്ങനെ കണ്ടതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ സിനിമയുടെ പവർ കാരണം ജസ്റ്റ് ഒന്ന് കണ്ണടന്നു പോയി. അതൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയത് നമ്മുടെ എന്താ പറയുക ഷൊർണൂർ, അതായത് ഭാരതപ്പുഴയുടെ തന്നെ സ്വന്തം റിവർ വ്യൂ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. റിവർ വ്യൂ റെസ്റ്റോറൻറ്റിലേക്ക് ഇതിന് മുമ്പും സിയാദ് ഞങ്ങൾ കുറേ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് നല്ലൊരു നമുക്ക് വർത്തമാനം പറയാനും എല്ലാത്തിനെ പറ്റിയൊരു ആംബിയൻസുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത് കേട്ടോ ഫുഡ് കഴിക്കാൻ.
ഇങ്ങനെ 2 ടീം പോയി കഴിഞ്ഞാൽ അതിന്ന് നമ്മളിങ്ങനെ വില്ലിങ് ആണെങ്കിൽ റിവർ വ്യൂ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗത്ത് കല്യാണം നടന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നു കേട്ടോ. അതാ കല്യാണം ചെക്കനും പെണ്ണിനും. അപ്പം ഞാൻ കണ്ടപ്പോൾ വേഗം ഒന്ന് എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമായിരുന്നു. അപ്പം ഞാനും ഷിനും അതേപോലെ വിജിയും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മുടെ റുക്കിയ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ബിരിയാണി, അതുപോലെ ആശ വെജിറ്റബിൾ ആട്ടോ. അവളും വെജിറ്റബിൾ, നമ്മുടെ പ്രവീണി മോനിക്ക് വെജിറ്റബിളാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ അങ്ങനെ ഒരിക്കലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും വെജിറ്റബിളാന്ന് പറഞ്ഞിട്ട് അവർ പനീർ ബട്ടർ മസാല, അതേപോലെ പൊട്ടറ്റോ ചില്ലി ഹണി, നല്ല ടേസ്റ്റ് അത് കേട്ടോ. പിന്നെ വാങ്ങിയത് എന്താ, പിന്നെ കോളിഫ്ലവറിൻ്റെ മഞ്ചൂരി ചിക്കൻ. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ജ്യൂസൊക്കെയും കുടിച്ചു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറും നിറഞ്ഞ് അടിപൊളി. പക്ഷേ ഫുഡ് നമ്മൾ വിചാരിച്ച ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെജിറ്റബിളൊക്കെ നന്നായിരുന്നു പറഞ്ഞു, പക്ഷേ ബിരിയാണി പോരാ, നല്ലോണം പോരാ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതിന് മുമ്പ് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ഇത് ഉച്ച സമയത്താണ് തോന്നുന്നു ഫുഡ് പോരാ, എന്നാലും കുഴപ്പമില്ല. അവിടെ അങ്ങനെ നിന്ന് കുറേ കാണാനും ഈ വർത്താനം പറയാനും കളിക്കാനും ചിരിക്കാനുള്ള നല്ല പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. നമുക്ക് അവിടെ കാണാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ലൊരു നമ്മുടെ ഭാരതപ്പുഴയുടെ അടുത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. 2 പിള്ളേർ അപ്പുറത്ത് നിന്നിട്ട് നല്ല റീൽസൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഞങ്ങളിപ്പുറത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് പറ്റിയ റീൽസൊക്കെ ഞങ്ങളും എടുത്തു. അങ്ങനെ പിന്നെ അപ്പുറത്ത് പോയിട്ട് ഇവർ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും അതേപോലെ കുറേ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് അതെല്ലാം നന്നായി കണ്ട് ആസ്വദിച്ചു. പിന്നെ കുറേ കഥകളും വർത്തമാനങ്ങളും. ഇത് നമ്മുടെ എന്തൊക്കെ മരങ്ങൾ കുറേ ഉണ്ടായിരുന്നു കണ്ടോ. അവിടെ നല്ല സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെ നല്ല വെയിലായതുകൊണ്ടാണ് ക്യാമറയിൽ അത്രയും കൂടെ പകർത്തുമ്പോൾ അത്ര ഭംഗിയില്ലാത്ത. പക്ഷെ നേരിട്ട് കാണാൻ നല്ല വ്യൂസും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ പിന്നെ ഭാരതപ്പുഴയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലും ഭംഗിയൊക്കെ തന്നെയാണ്. പിന്നെയുള്ള കുറേ ഫോട്ടോസ് എടുത്തു. എല്ലാവരും കിട്ടുന്ന തരത്തിലെടുക്കാം. സിനിമാറ്റിക്കിലാകുമ്പോൾ ചിലപ്പോൾ അകലം കിട്ടില്ല. എൻ്റെ ഫോണിലാണോ പ്രേമി ഷിനു വരൂ. അപൂർവം എല്ലാരും ഞാൻ അപ്പുറത്തേക്ക് തന്നെ കിടക്കാം. വീഡിയോ ആണോ? ഇന്ന് മൊത്തത്തിലൊരു അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. ഞങ്ങൾ കുറച്ച് 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അതായത് നമുക്ക് എന്താ പറയുക, ഫ്രണ്ട്സിനായിട്ട് പ്രത്യേക ഒരു ഫീലല്ലേ. കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിലാക്കിയിട്ടാണ് വന്നിട്ടോ. ഞാൻ റിയമോളെ പിന്നെ ഇക്കാൻ്റെ അടുത്താക്കി, ഞാൻ ഷിനു മക്കളെ വീട്ടിലാക്കി. ആശയുടെ പിന്നെ പിള്ളേർ വലിയ കുട്ടികളായി. ഒരാൾ ഡോക്ടറിന് പഠിക്കണു, ഒരാൾ അങ്ങനെ ലണ്ടനിലാണ്, അങ്ങനെ എവിടെയാണ്. അങ്ങനെ എല്ലാവരും പിന്നെ വീണയുടെ മോളെയും വീട്ടിലാക്കി. അവളും റിയമോളയ്ക്കും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിജിയും കുട്ടികളെല്ലാവരും വീട്ടിലാക്കി, വൃത്തിയും വീട്ടിലാക്കി കേട്ടോ. ഇത് ആശ കേട്ടോ. ആശ ഷാർജയിലായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അവൾ വന്നിട്ടും പോയിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ഷാർജയിൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിൻ്റെ കൂടെ എപ്പോഴും ആയതുകൊണ്ട് നാട്ടിലേക്ക് അങ്ങനെ വന്നിരുന്നില്ല. ഇപ്പോൾ നാട്ടിലായപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് അങ്ങനെ ഒന്ന് കറങ്ങാൻ വന്നതാ കേട്ടോ. മേപ്പാടത്തിൽ തന്നെയാണ് ആശയുടെ വീടും. പിന്നെ റുക്കിയാണ് നമ്മുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റുക്കിയ നമ്മുടെ പഞ്ചായത്തിലത്തെ ഷാനുവിൻ്റെ പെങ്ങളാണ് കേട്ടോ.
ഷാനുക്കാടെ പെങ്ങളാണ്. അവളുടെ ഹസ്ബൻഡും ഗൾഫിലാണ് കേട്ടോ. മക്കളൊക്കെ വീട്ടിലാക്കിയിട്ട് തന്നെ അവളും വന്നത്. ഇത് ആശ, ഇത് പ്രവീണ ടീച്ചറാണ് കേട്ടോ. ഇത് നമ്മുടെ റുക്കിയും മേപ്പാടത്താണ്, ആശ മേപ്പാടത്താണ്, ഞാനും മേപ്പാടത്താണ്. പിന്നെ ഇത് ഷിനു ചെറുതുരുത്തിയാണ് വീട്. അവൾ ഹസ്ബൻഡിൻ്റെ വീട് നമ്മുടെ തിരുവല്ലാമല കേട്ടോ. അവിടെയാണ് അവളും വീട് വെച്ചത്. പിന്നെ നമ്മുടെ വിജിയും ചേലക്കര കേട്ടോ. വിജിയുടെ ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്. അങ്ങനെ ഷിനു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷിനു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിനുക്കും പിരിയിട്ടിട്ടാണ് ഞാൻ കേക്കിൻ്റെയും ഇതിൻ്റെയൊക്കെയും പഠിക്കാൻ പോയതും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞങ്ങളങ്ങനെ വണ്ടിയിൽ കുറേ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ നേരെ ഒറ്റപ്പാലം വരിക്കശ്ശേരി എനിക്ക് വന്നു കേട്ടോ. അവർക്ക് കുറേ സിനിമകളൊക്കെയും എടുത്തിട്ടുണ്ട്. വെളിച്ചപ്പാടും കുറേ സിനിമകൾ നമ്മുടെ വരിക്കശ്ശേരി തിരുവല്ലാമല ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ സോറി, ഒറ്റപ്പാലാണ് കേട്ടോ. തിരുവല്ലാമലല്ല. എൻ്റെ വായിൽ അറിയേണ്ട വന്നതാണ്. എനിക്കാണെങ്കിൽ എന്താ പറയുക, ഡിലീറ്റ് ആക്കാനും അറിയില്ല. എന്താ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ അങ്ങനെ ഇടുക ചെയ്യണത്. എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല. അതൊക്കെ ഇനി പഠിക്കണം. അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇനി പറയാം, നമുക്ക് വെക്കേഷനല്ലേ, എഡിറ്റിങ്ങൊക്കെ ഇനി അവിടെ ചോദിച്ചിട്ട് വേണം പഠിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം വരിക്കശ്ശേരി മനയിലെത്തിയിട്ടോ. അടിപൊളിയാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഫ്രണ്ട്സിനെ കൂടെ വയ്ക്കും പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ്. അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആണോ ബാബു? സബിന്റെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ വീഡിയോ ആണേ. അങ്ങനെ ഞങ്ങൾ വരിക്കശ്ശേരി മന മൊത്തം നടന്നു കണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആകാശഗംഗയില്ലേ, ആകാശഗംഗ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള കുളമൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമാണ് ആ കുളം. പക്ഷെ അവിടെ ഒന്നും തുറന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊന്നു ജസ്റ്റ് ഒന്ന് പോയി കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനയിൽ നിന്ന് അങ്ങനെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞേ അമ്പലം. അപ്പോൾ അങ്ങോട്ട് പോയി. ഇത് വരിക്കശ്ശേരി മനയുടെ തന്നെ ഒരു തൊട്ടടുത്തുള്ള തന്നെ അതിൻ്റെ ഒപ്പമുള്ളൊരു ബിൽഡിംഗ് കേട്ടോ. ഒരു നാലുകെട്ട് പോലത്തെ ഒരു വേറൊരു ഇത്. എന്നിട്ട് അവിടെ നിന്നിട്ട് അതിലേക്ക് നോക്കാൻ നല്ലൊരു ഭംഗി കേട്ടോ. എത്ര ആൾക്കാർ ജീവിച്ച് പ്രതാപകാലം ഉണ്ടായിരുന്നാലേ കുറേ ആൾക്കാരുടെ ആ കാലത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്ന വരിക്കശ്ശേരി മന. ഇപ്പം മോഹൻലാൽ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയും കേട്ടു കേട്ടോ. സത്യമാണൊന്നും അറിയില്ല, അവിടെ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ അവിടേക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ കഥയ്ക്കും പറഞ്ഞിരുന്ന്
ഞങ്ങളങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് നമ്മുടെ നില ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ. എന്തായാലും എന്താ പറയുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെ അതൊക്കെ കേട്ടോ. ഒന്ന് നമുക്ക് എന്താ പറഞ്ഞാൽ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. രാവിലെ 9:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 7:30-8 മണിക്കായി വീട്ടിലെത്തി. 7:30 മണിക്കായിട്ട് വീട്ടിലെത്തുമ്പോൾ അത്രയും നേരം എങ്ങനെ പോയി എന്നല്ല. സിനിമ തിയേറ്ററിൽ ഇരുന്നത് കുറച്ച് സിനിമയ്ക്ക് കറണ്ട് ഇരുന്നില്ല എന്ന് തോന്നി, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഒരു ആനേനയ്ക്ക് കെട്ടാളെന്ന് തോന്നുന്നു. എന്താണാവോ, നല്ല വേമാർക്ക് ശരിമൻ്റെ മുമ്പിലുള്ള വലിയൊരു ഗോഡൗൺ പോലത്തെ ഒരു ഷെഡ് കേട്ടോ. ഇതാണ് നമ്മുടെ ആകാശഗംഗയിലും അതുപോലെ കുറേ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന കുളം കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്ക്, നല്ല അടിപൊളി കുളമല്ലേ. ഇതൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു വൈബായിരുന്നു. പക്ഷെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ നില ബോട്ട് ഹൗസിലേക്ക്, ബോട്ട് ക്ലബിലേക്ക് പോയിട്ടോ. നില ബോട്ട് ക്ലബ്ബ്. അപ്പം അവിടെ പോയിട്ട് പിന്നെ ജസ്റ്റ് അവിടേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കണ്ട് അടിച്ചു പൊളിച്ചു. എന്തായാലും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് തന്നെ അവിടെ അവർ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടും പോയിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ബോട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്കും ആ ഒരു ഭാഗം വേറെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടേക്ക് പറഞ്ഞ പോലെ വൈകിട്ടേക്ക് വന്നിരിക്കാൻ നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലം കേട്ടോ. അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതിന് പിന്നെ ടിക്കറ്റ് എന്തോ കൊടുക്കണം തോന്നുന്നു കേട്ടോ. പിന്നെ ബോട്ടിൽ കയറാൻ ഞങ്ങളെല്ലാവരും 200 രൂപയോ അത്ര, എനിക്ക് കറക്റ്റായിട്ടല്ല, പ്രവീണ എല്ലാ പൈസയും കൊടുത്തത്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വഞ്ചിയിലാണ് ഞങ്ങൾ കയറിയിട്ടോ. ബോട്ടിൽ ഞങ്ങൾ 7 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 7 പേർക്കും കൂട്ടിയിട്ട് വഞ്ചിയിൽ ഇരിക്കാമോ ചോദിച്ചപ്പോൾ പറ്റും പറഞ്ഞിട്ട് ഞങ്ങൾ വഞ്ചിയിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ട്രെയിൻ പോണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പുറത്ത് കൂടെ കാറും ബസ്സും ലോറിയൊക്കെ അപ്പുറത്തെ പാലത്ത് കൂടെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ശാലിനി പണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടെ ആയുർവേദയിൽ. അപ്പോൾ അവൾ ഞങ്ങളിവിടെ ഉണ്ട്, നിളയിലുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ ഓടി വന്നു കാണാൻ ഞങ്ങളെ കേട്ടോ. അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വഞ്ചിയിൽ കയറി. വഞ്ചിയിൽ കയറുമ്പോൾ പറഞ്ഞ പോലെ ആദ്യമായി നമുക്ക് നമ്മുടെ ഈ നിലയ്ക്ക് ഇപ്പോൾ പുതിയതായതുകൊണ്ട് നമുക്ക് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കയറിയിട്ടുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പിന്നെ ഞങ്ങളും കയറി. അങ്ങനെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ആഘോഷിച്ചു ഗൈസ്. ചിരിക്കാടോ, ചിരിയൊക്കെ കോടി പോവാണ്. വന്ദേ ഭാരത് ട്രെയിൻ പോണത് കണ്ടപ്പോൾ അത് വേഗം ഞാൻ ഷൂട്ട് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വന്ദേ ഭാരത് അതിൻ്റെ ഇടയിൽ പോയപ്പോൾ. പിന്നെ ഒരു ഭാഗത്ത് ബ്രൈഡ് ടു ബിയുടെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. കണ്ടില്ലേ, കുറേ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും കുറേ പേര് കൂടിയിട്ട് അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ അസ്തമിക്കാറായി. അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിട്ടും ഇത് എവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ ഭാരതപ്പുഴയിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ കിളികളും കാറ്റും മഴയും പറഞ്ഞ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഇതാണ് നില ബോട്ട് ക്ലബ്ബ്. അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ലവിൻ്റെ ഉള്ളിൽ കയറി നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ച് തിമർത്തു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഗുഡ് ബൈ.